എന്താണിവന്, എന്തുകൊണ്ടാണ് ഇവന്റെ ഹൃദയത്തിലേക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കണമെന്ന ചിന്ത വന്നത്? ഹറാമായാലും വേണ്ടിയില്ല, ഹലാലായാലും വേണ്ടിയില്ല, പെട്ടെന്ന് പണക്കാരനാകണം എന്ന ചിന്തയാണ്. ആ ചിന്തവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ കാരണമെന്താ? ഞാൻ മരിക്കുമെന്ന ചിന്തയില്ല. ഈ 1000-ന്റെ നോട്ടുമായി എൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിലോ പടച്ചവനെ, എൻ്റെ മക്കള് പട്ടിണിയാകുമല്ലോ, എൻ്റെ ഭാര്യ വിധവയാകുമല്ലോ എന്ന ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വരുന്നില്ല. ആ മരണത്തിന് കീഴടക്കിക്കൊണ്ട് കബറിലേക്ക് ഞാൻ ചെന്നുപെട്ട ആ കബറിൻ്റെ അദാബ് എന്താ? ആ കബറിൻ്റെ സ്നിഗ്ധഘട്ടത്തിൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞുകൂടാൻ പറ്റുമോ എന്ന ചിന്തവൻ്റെ ഹൃദയത്തെ മെതിക്കാത്തത് കൊണ്ടാണ് ഹറാമായ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അവൻ്റെ ത്വര കിട്ടിയത് കൊണ്ട് മതിയാകാതെ ആ ത്വരയിലേക്ക് അവൻ നീങ്ങിപ്പോകുന്നതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരുടെയും പോക്കറ്റിൽ ലോട്ടറി ടിക്കറ്റാ അല്ലേ? പള്ളി പ്രസിഡന്റിന്റെ പോക്കറ്റിലും ഉണ്ട് ഒരു കെട്ട് പൂങ്കുയിൽ. എന്താ എൻ്റെ പേര്? കാരുണ്യ. ഈ അടുത്ത് ഒരു മോദി, അടുത്തെന്ന് പറഞ്ഞാൽ 3-4 വർഷം മുമ്പ് ഒരു മോദിന് പള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അയാളുടെ മടിയിൽ നിന്ന് എന്തോന്ന് താഴെ വീണ്. ഞാൻ ചിതെന്താ ഹബീബേ? 1 കോടിയുടെ ലോട്ടറി ടിക്കറ്റാ. സുബ്ഹാനല്ലാഹ്. പണ്ട് പരവൂര് നിൽക്കുമ്പോൾ ഒരു ചങ്ങാതി ചരട് മന്ദിരിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ അയാളുടെ കയ്യിലിരിക്കുന്ന കടലാസ് പറഞ്ഞു. ഞാൻ എന്താണ് കടലാസ്? ഇത് ലോട്ടറി ടിക്കറ്റാ ഉസ്താദെ, 1 കോടിയുടേതാണ്. അടിച്ച ഉസ്താദ് യാസീനോദി ദ്വാരക്ക് അടിച്ച ഒരു വിഹിതം ഉസ്താദിനും തരാം. ഉസ്താദ് യാസീനോദി ദ്വാരക്ക് അടിച്ചാൽ ഒരു വിഹിതം ഉസ്താദിനും തരാമെന്ന്. ഹറാമും ഹലാലും ഇല്ലാത്ത ജീവിതം അല്ലേ? എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. ആളെ പറ്റിച്ചാലും വേണ്ടിയില്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, മണി ചെയിൻ ബിസിനസ് ചെയ്തിട്ടാണെങ്കിലും പെട്ടെന്ന് പണക്കാരനാകണം എന്നുള്ള തുര എന്തുകൊണ്ടാണ് വരുന്നത്? ഹറാമായ വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് സമ്പന്നനാകണം എന്ന ത്വര അവന്റെ ഹൃദയത്തിൽ എന്തുകൊണ്ടാ വരണത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, മരണസ്മരണ ഇല്ലാത്തത് കൊണ്ടാണ്. മരണസ്മരണ ഒരാളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ എപ്പോഴും കിട്ടിയത് കൊണ്ട് മതിയാകുമെന്നുള്ള മതിയാകാനുള്ള മനസ്സ് തീർന്നില്ല. ആരാധനകളിൽ ഉന്മേഷമുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആരാധനകളിൽ നമുക്ക് ഉന്മേഷമുണ്ടോ? നമ്മുടെ നിസ്കാരത്തിന്റെ കഥയെന്താ? ഒരു ചടങ്ങായിട്ട് യാന്ത്രികമായി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ആരാധന എന്നതിനപ്പുറം ആ നിസ്കാരത്തിന്റെ സത്തഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാരാ? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേറ്റ അമ്പ് ഊരിയെടുക്കാൻ ആജ്ഞാപിച്ച തന്റെ സന്തത സഹചാരികളോട് കൽപ്പിച്ചത്, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, എൻ്റെ അമ്പൊന്ന് നിങ്ങൾ ഊരിയെടുക്കുമോ? എൻ്റെ ശരീരത്തിൽ തറച്ച അമ്പൊന്ന് ഊരിയെടുക്കുമോ എന്ന് പറഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് പിരിയുമ്പോ സലാം വീട്ടുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിക്കുകയാ, എന്തുകൊണ്ടാ നിങ്ങൾ ആ അമ്പ് ഊരിയെടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ അമ്പ് ഊരിയെടുക്കാതിരുന്നത്? കൂട്ടുകാർ പറഞ്ഞു, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു, നിങ്ങൾ കൈ കെട്ടിയപ്പോഴേ ഞങ്ങളത് നടത്തി കഴിഞ്ഞു. ഇബാദത്തിൽ അലസതയാണ്, ആരാധനയിൽ ഉന്മേഷമില്ല. സുബഹി നിസ്കരിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ളുഹർ നിസ്കരിക്കാൻ പടച്ച റബ്ബേ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ. എത്ര ആളുകളാ പ്രഭാതത്തിൽ കണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് കണ്ടിട്ട് പിരിഞ്ഞവര് ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് വെളിയിൽ നിന്ന് അനൗൺസ് കേൾക്കുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണത്തിന്റെ അനൗൺസ് കേൾക്കുന്നു, മരിപ്പ് വിളിച്ചു പറയുന്നു. ആ പേരങ്ങ് കേൾക്കുമ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. ഇന്ന് സുബഹി നിസ്കാരത്തിന് ശേഷം ആവേശത്തോടെ താമല്ലാക്കൽ യൂണിറ്റിന്റെ പരിപാടികളെ കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചവനാണ്. ഇന്നിതാ ളുഹറായപ്പോൾ
മരണത്തിന്റെ വിളിയാളം കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സുബഹി നിസ്കരിക്കുന്നവൻ ളുഹർ നിസ്കരിക്കാൻ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചാൽ സുബഹിയിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും, അല്ലേ? മരണസ്മരണയെ അധികരിപ്പിക്കണം, നാല് ഇബാദത്തിൽ ഔത്സുഖ്യമുണ്ടാകും. നമ്മുടെ ഇബാദത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? അമ്പുറത്തെ തങ്ങളുപ്പയെ പോലത്തെ മഹാരഥന്മാർ ഞങ്ങളെപ്പോലത്തെ ഇമാമിങ്ങളുടെ പിന്നിലില്ലാത്തത് ഞങ്ങളുടെയൊക്കെ സൗഭാഗ്യമല്ലേ? പണ്ട് ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ഒരു യാത്രാ മധ്യേ വഴിയിൽ ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ല മൊയിലേരെ, നിങ്ങൾക്ക് ഈ പശുവിൻ്റെ പാലിൻ്റെ കണക്കൊക്കെ വീട്ടിലിരുന്ന് കൂട്ടിയിട്ട് പോന്നാൽ പോരെ, നിസ്കാരത്തിൽ അത് ചെയ്യണോ എന്ന് ചോദിച്ചു. ഇമാമിന്റെ കൽബ് വായിക്കാൻ മഅരിഫത്തിന്റെ കണ്ണുകൊണ്ട് മഹാനായ ഖുത്ബുസ്സമാൻ തങ്ങൾക്ക് കഴിഞ്ഞു. ഇന്നുള്ളത് മുഴുവനും ഫിത്നത്തുസ്സമാൻ ആയതുകൊണ്ട് നമ്മുടെ ഭാഗ്യം, ഖുത്ബുസ്സമാൻ നമ്മുടെ പിന്നിലില്ല. ഖുത്ബുസ്സമാനെ പോലത്തെ കൽബ് വായിക്കുന്നവർ എന്നെ പോലത്തെ ഇമാമിങ്ങളുടെ പിന്നിലില്ലാത്തത് നമ്മെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താ? അവറാങ്കാക്കയോട് ചായക്കടക്കാരൻ അവറങ്കാക്കയോട് ചോദിച്ചു, അല്ല അവറാനെ, എൻ്റെ ചായപ്പറ്റ് എത്രയാണ്? ആ സമയത്ത് മൂപ്പര് പറഞ്ഞു, അസർ നിസ്കരിച്ചിട്ട് വരച്ചേ, പറഞ്ഞു തരാം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അല്ല ചായപ്പറ്റ് പറയാൻ അസർ നിസ്കരിക്കാൻ പോയിട്ട് വരണം, എന്തിനാ ഇപ്പൊ തന്നെ പറഞ്ഞു തന്നാ പോരെ? സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ ചായക്കടക്കാരുടെ പറ്റ് മുഴുവനും കൂട്ടിയെടുക്കണത് അസർ നിസ്കാരത്തിലാണ്. ഇതാണ് കഥ. ഇബാദത്തിന്റെ അവസ്ഥ ഏതാണ്? എൻ്റെ ചായക്കടക്കാരുടെ പറ്റുകളൊക്കെ ഞാൻ കൂട്ടിയെടുക്കുന്നത് അസർ നിസ്കാരത്തിലാണ്. നമ്മുടെ പല ചിന്തകളും കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് ആരെയൊക്കെ വിളിക്കുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ നിസ്കാരങ്ങളിലാണ്. അല്ലെന്ന് മനസ്സാക്ഷിക്കുത്തില്ലാതെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ താമല്ലാക്കൽ ഒരു മോമിനിന് കഴിയുമോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മാക്ക് കഴിയുമോ? പറയുന്ന എനിക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി പറയാൻ കഴിയോ? നിസ്കാരത്തിലേക്ക് അങ്ങ് നിന്നാൽ അതുവരെ ഇല്ലാത്ത ചിന്തകൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയല്ലേ ചെയ്യുന്നത്? ഇബാദത്തിൽ ഉത്സാഹമില്ല, ഇബാദത്തിൽ ഔത്സുഖ്യമില്ല. നശാത്തത്തു ഫിൽ ഇബാദത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെ ആദരിക്കുന്നില്ല. എന്താ കാരണം? മരണസ്മരണയില്ല. പഴയകാല സാത്വികന്മാരുടെ ഹൃദയതടങ്ങളിലേക്ക് സദാസമയവും ആലോചിച്ചു കൊണ്ടിരുന്നത് ഖബറിനെ കുറിച്ചാ, മരണത്തെ കുറിച്ചാ. പ്രഭാഷണ കൈരളിയുടെ ഇതിഹാസമായിരുന്ന മഹാനായ ശൈഖുനാ റഈസുൽ ഖുതബാ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പ്രഭാഷണത്തിന്റെ എല്ലാം ആത്മീയതയുടെ സത്തയിൽ അലിഞ്ഞതായിരുന്നു. ഒരു ഖണ്ഡക്ഷോഭവും അവിടെ നിന്ന് നടത്തിയിരുന്നില്ല. ആളുകളുടെ ആത്മീയതയുടെ വിശാരതയിലേക്ക്, വിഹായസിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആത്മീയത മുറ്റിയ പ്രഭാഷണത്തിലൂടെ ജനങ്ങളെ ആവാഹിച്ചെടുത്ത പ്രഭാഷണ ലോകത്തെ ഒരു കാലഘട്ടത്തിലെ ഇതിഹാസമായിരുന്ന ആ തഴവ ഉസ്താദ് ഉണ്ടല്ലോ, അവരുടെ എല്ലാ ചിന്തകളിലും ഖബറിനെ കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. മലബാറിൽ 40 ദിവസത്തെ പ്രഭാഷണത്തിന് പോയി. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഭാര്യയുടെ ലെറ്റർ. എന്താ ലെറ്റർ? അമ്മായിയപ്പം മരണപ്പെട്ടു, ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടു എന്ന കാർഡ്. അന്നിപ്പം മൊബൈലില്ലല്ലോ, ഇന്നിപ്പോൾ വാട്സപ്പിലേക്ക് എല്ലാ ഫിതനയും വാട്സപ്പിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്താൽ മതി. ലോകം മുഴുവനും ഇങ്ങനെ ഓടി നടക്കും, പ്രചരിച്ച് നടക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് 1000 വട്ടം എൻ്റെ യുവാക്കളെ ആലോചിക്കണം. ആ ഒരൊറ്റ മെസ്സേജ് മതി നമ്മുടെ ആഖിറം പോകാൻ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വിരൽ തുമ്പിൽ നിന്ന് ഫിത്ന വ്യാപിക്കുന്ന ഒരു നൂറ്റാണ്ട് വരുമെന്ന്. ഇല്ലേ?
വിരൽ തുമ്പിൽ നിന്ന് ഫിത്ന വ്യാപിക്കുന്ന ഒരു നൂറ്റാണ്ടല്ലേ ഇത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അന്ന് ഇവിടെ പോസ്റ്റ് കാർഡിൽ എഴുത്താണ്. ആ കാർഡ് വായിച്ച് ഉടൻ തന്നെ തന്റെ ബാഗിൽ കരുതിയിരുന്ന മറ്റൊരു പോസ്റ്റ് കാർഡ് എടുത്തു, അതിനകത്തേക്ക് എഴുതി. എന്താ എഴുതിയത്? സുബ്ഹാനല്ലാഹ്, പുരനിറ പിള്ളേരും അറനിറ നെല്ലുമായി അലങ്കൃതമായുള്ള നിന്നുടെ അബുവിൽ അലിഞ്ഞൊന്ന് കരയുന്നോരാരുണ്ട്, തിന്നുന്നോരല്ലാതെ തിന്നുന്നോരല്ലാതെ. മൂടിപ്പലകയെടുത്തു നിൻ വാപ്പാടെ ഹാല് നീ കണ്ടാലോ, കൽബകം പൊട്ടിത്തകർന്നിടും പെണ്ണേ നിൻ വല്ലാഹി വല്ലാതെ, വല്ലാഹി വല്ലാതെ. അറനിറ പുരനിറ പിള്ളേരും അറനിറ നെല്ലുമായി അലങ്കൃതമായുള്ള നിന്നുടെ അബുവിൽ അലിഞ്ഞൊന്ന് കരയുന്നോരാരുണ്ട്, തിന്നുന്നോരല്ലാതെ തിന്നുന്നോരല്ലാതെ. മഹാനവറുകളുടെ മറുപടി കത്തതാണ്. എന്താണ്? പുരനിറ പിള്ളേര്, ഒരുപാട് പിള്ളേരുണ്ട് വീട്ടിലെ. അറനിറ നെല്ലുമുണ്ട്. നല്ല സമ്പന്ന കുടുംബമാണല്ലോ തഴവുസ്താദിൻ്റെ. അറനിറ നെല്ലുമുണ്ട്. പുരനിറ പിള്ളേരും അറനിറ നെല്ലുമായി അലങ്കൃതമായുള്ള നിന്നുടെ അബുവിൽ അലിഞ്ഞൊന്ന് കരയുന്നോരാരുണ്ട്, തിന്നുന്നോരല്ലാതെ. മൂന്നാം ഫാത്തിഹയ്ക്ക് തിന്ന്, ഏഴാം ഫാത്തിഹയ്ക്ക് തിന്ന്, 40-ാം ഖത്തത്തിലും തിന്നും ഇല്ലേ? ഒന്നും തിന്നണ്ട തീറ്റിക്കണ്ട എന്നല്ല പറയണം. അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടില്ല, നമ്മളാരും പറയുന്നില്ല. അത് തിന്നണമെന്നും തീറ്റിക്കണമെന്നും പറയാനാണ് നമ്മൾ ഈ ജിഹാദൊക്കെ നടത്തുന്നത്. തിന്നണ്ടെന്നല്ല പറയണം. ഇത് ചിരിക്കാനും വകുപ്പില്ലാത്ത വിഷയമാണ്. കുറച്ച് കബർ രക്ഷപ്പെടാൻ വലിയ കണ്ടക്ഷോഭം നടത്തി നിങ്ങളെ കിളക്കി മറിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ 18-ാം വയസ്സിൽ താജുൽ ഉലമായുടെ ഇജാസത്ത് കൊണ്ട് മഹാനായ പതിയാങ്കര ഉസ്താദ് തന്ന ഇജാസത്ത് കൊണ്ട് ഇങ്ങനെ കുറേ 18 വയസ്സ് മുതൽ പറയണുണ്ട്. നാളെ ആഖിറത്തിൽ ആ പറഞ്ഞ കാരണത്തിൽ നരകം കിട്ടുമോ എന്നറിയില്ല. നിങ്ങളൊക്കെ ദുആയിരക്കണം. അള്ളാഹു നമ്മുടെ ഖബർ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ സായികളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാത്തിനേക്കാളും ഉപരി നമ്മുടെ ഖൽബൊന്ന് അള്ളാഹു നന്നാക്കി തരട്ടെ. കുറേ അമലും ഇബാദത്തും ചെയ്തിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു നമ്മുടെ ഖൽബങ്ങ് നന്നാക്കി തരണം. കുറേ കസേര പിടിച്ചിട്ട് സ്റ്റേജ് കെട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്റ്റേജ് കെട്ടലും സ്റ്റേജും മൈക്കും സ്പീക്കറും ഇത് വേണ്ടി കഷ്ടപ്പെട്ടതും ഒക്കെ ഒരൊറ്റ ഗീബത്ത് കൊണ്ട് നഷ്ടപ്പെടും. ഒരൊറ്റ ഗീബത്ത് കൊണ്ട് നഷ്ടപ്പെടും. ചിലപ്പോൾ കൂടുതൽ ഓടണ ഒരു മില്ലുണ്ടാകും, അല്ലെങ്കിൽ ഒരു നാടൻ സാധാരണക്കാരൻ, ദേഹത്തെ പോലത്തെ സാധാരണക്കാരുണ്ടാവും. അയാൾ ഓടണ കാണുമ്പോൾ കൂടെ ഓടിയ ആൾ മാറി നിന്നിട്ട് പറയുമോ അവൻ്റെ ഒരു കിബിർ പോയി, ഇവൻ്റെ അമല് മുഴുവനും. കഴിഞ്ഞ റമളാനിൽ തറാവീഹ് നിസ്കരിച്ച്, വിത്ർ നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച്, നോമ്പ് തുറപ്പിച്ച്, നിദ്രാവിഹീനമായി ഇഅ്തികാഫും ചെയ്ത് ഒക്കെ മൂപ്പരുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. വലിയ സദഖ ചെയ്യുന്ന ആളാ മൂപ്പര്. റമളാൻ 30 ചെയ്ത ഇബാദത്തുകളൊക്കെ ഈ ചങ്ങാതിയുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. ഒരൊറ്റ പറച്ചില. എന്താ? ഓ അവൻ്റെ ഒരു കിബിർ കണ്ടില്ലേ? പാവം, അയാളുടെ കൽബിൽ ഒരു കിബിറും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവന് പറയാൻ വല്ല വകുപ്പുണ്ടോ? ഉള്ളത് തന്നെ പറയണതിനാ ഗീബത്ത് എന്ന് പറയണത്, ഇല്ലാത്തത് പറയണതിന് കളവെന്നാ പറയണത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, അല്ലെങ്കിൽ നോമ്പ് വരുന്ന പെരുന്നാൾ ദിവസത്തിൽ കണ്ടിട്ട് ഞാൻ പലതിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്, പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞാൽ പറ്റൂലെന്നാണ് ഫത്വൽ മുഈനടക്കം പറയണത്. ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കണം. കൈ പിടിച്ചിട്ട് കഴിഞ്ഞ വാളിന്റെ സദസ് നടക്കുമ്പോ മാറി നിന്നിട്ട് ഇന്നാളെ വിളിച്ചിട്ട് നിനക്ക് ഭയങ്കര കിബിറാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞാലേ അത് പൊരുത്തപ്പെടാൻ പറ്റൂ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
നമ്മുടെയൊക്കെ കഥ എന്താ? അതോ ഗതിയാ? നമ്മുടെയൊക്കെ ഗതി അതോ ഗതിയാ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൽബൊന്ന് നന്നാകണം പ്രിയപ്പെട്ടവരെ, ഖബറൊന്ന് രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ, ആഖിറമൊന്ന് രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ. തിന്നണ്ട തീറ്റിക്കണ്ട എന്നല്ല പറയണത്, തിന്നുന്നുണ്ട് തീറ്റിക്കുന്നുണ്ട്, അതിൻ്റെ കൊണ്ട് മയ്യത്തിന് സവാബും കിട്ടും. മൂന്നാം ഫാത്തിഹയ്ക്ക് തിന്നിട്ട് പോകുമ്പോ എന്താ പറഞ്ഞത്? അധികം ആളുകളും എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിച്ചാ പറയേണ്ടത് എന്താ? അൽഹംദുലില്ലാ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ കൂലി? ഒരു അൽഹംദുലില്ലാഹി പറഞ്ഞാൽ ആകാശഭൂമികൾ മുഴുവനും പ്രകാശം കൊണ്ട് നിറയുമെന്ന് മുത്തുനബി. ഒരൽഹംദുലില്ലാ പറഞ്ഞാൽ, ഒരൽഹംദുലില്ലാ പറഞ്ഞാൽ ആകാശഭൂമികളിലുള്ള മലക്കുകൾ മുഴുവനും അവന് വേണ്ടി ഹംദ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓ, ആ മക്കൾ ആ വാപ്പാക്ക് വേണ്ടി ഇത് ചെയ്തല്ലോ. അല്ലാഹുവേ, ആ പിതാവിന് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, ആ മാതാവിന് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എന്നാൽ മൂന്നാം ഫാത്തിഹയ്ക്ക് കഴിച്ചവര്, ഏഴാം ഫാത്തിഹയ്ക്ക് കഴിച്ചവര്, 40-ാം ഖത്തത്തിനും കഴിക്കുന്നവര് എന്താ പറയണത്? ഉപ്പില്ലാഹി റബ്ബിൽ ആലമീൻ ഇല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉപ്പില്ലാഹി റബ്ബിൽ ആലമീൻ. അധികം ആളുകളും പറയുന്നത് പാചകക്കാരന്റെ ഗീബത്ത് പറയും. ഈ അവറാനെ എവിടുന്ന് വിളിച്ചടാ ചന്തറമാനെ അല്ലേ? ഈ കൊശവൻ എവിടെ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിലും ഫാൾട്ടാ, അവിടെ ഗീബത്ത് പറഞ്ഞിട്ട് പോകും, പരദൂഷണം പറഞ്ഞിട്ട് പോകും. നിസ്കരിച്ച് പുറത്തിറങ്ങി ചായ കുടിക്കാനുള്ള ചായക്കടയിൽ വന്നിരുന്നാൽ ഖത്തീബിന്റെയും മുഖറിയുടെയും ഗീബത്ത്, പള്ളിക്കമ്മറ്റിയുടെ ഗീബത്ത്. എവിടെ ഈ സമുദായത്തിന് അമലുള്ളത്? എവിടെ ഈ സമുദായത്തിന് ഇബാദത്തുള്ളത്? എവിടെ നമുക്ക് രക്ഷയുള്ളത്? എവിടെയാ റബ്ബിന്റെ കാവല് നമുക്കില്ലാത്തത്? പരദൂഷണം കൊണ്ട് അമ്മാനമാടുകയാണ് ഞാനും നിങ്ങളും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തിരുവനന്തപുരത്തേക്ക് പോണ ബസ്സിൽ കയറിട്ട് കോഴിക്കോട്ടേക്ക് എത്തിക്കണ പഠിച്ചോനെ ദ്വാരുന്ന 4444 നാരിയത്ത് സലാത്ത് ചെല്ലി ദ്വാരുന്നാലും എവിടെ എത്തൂല? കോഴിക്കോട്ട് എത്തൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് തഴവ ഉസ്താദ് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ്. അറനിറ പുരനിറ പിള്ളേരും അറനിറ നെല്ലുമായി അലങ്കൃതമായുള്ള നിന്നോട് അബുവിൽ അലിഞ്ഞൊന്ന് കരയുന്നോരാരുണ്ട്? തിന്നുന്നോരല്ലാതെ, തിന്നുന്നോരല്ലാതെ. മൂടിപ്പലകയെടുത്ത് നിൻ വാപ്പാടെ ഹാല് നീ കണ്ടാലേ കൽബകം പൊട്ടിത്തകർന്നിടും പെണ്ണേ നിൻ. വല്ലാഹി വല്ലാതെ, വല്ലാഹി വല്ലാതെ. യാഥാർത്ഥ്യമല്ലേ പ്രിയപ്പെട്ടവരെ? പൂർവികരായ സാത്വികരുടെ ഹൃത്തടങ്ങളിൽ സദാസമയമുണ്ടായിരുന്ന ചിന്ത ഖബറിനെ കുറിച്ചാണ്, മരണത്തെ കുറിച്ചാണ്. മരണത്തെ വിസ്മരിച്ച് നടന്നാൽ മന്നസിയ ദിക്റഹു ഉഖിബ ബിസലാസതി അശിയാ. മരണസ്മരണയെ വിസ്മരിച്ചൊരാള് നടന്നാൽ 3 കാര്യം കൊണ്ടവനെ അല്ലാഹു അദാബാക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. മരണത്തെ മറന്നു നടക്കുന്നവനെ 3 കാര്യം കൊണ്ടവനെ അല്ലാഹു അദാബാക്കും. ഒന്നാമത്തത് തസ്വീഫു തൗബ, തൗബയെ നാളേക്കാക്കുക. ഒന്ന് മരിക്കുമെന്ന ചിന്ത വർദ്ധിപ്പിക്കാത്ത കാക്കാക്ക് അല്ല കൊടുക്കണ അദാബാണ്, താത്താക്ക് അല്ല കൊടുക്കണ അദാബാണ് തസ്വീഫു തൗബ. വ തർക്കുൽ റിള ബിൽ കഫാഫ്. കുറഞ്ഞത് കൊണ്ട് മതിയാകാനുള്ള മനസ്സില്ല, കുറഞ്ഞത് കൊണ്ട് മതിയാകാനുള്ള മനസ്സ് അവനിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ പിന്നെ ഹറാമിലേക്ക് പോകും. ഹലാല് നോക്കൂല, ഹറാമ് നോക്കൂല. എങ്ങനെയും കാശുണ്ടാക്കണം എന്ന ചിന്തയും ത്വരയും അവനല്ല ഇട്ടുകൊടുക്കും. അത്തകാസുലു ഫിൽ ഇബാദാത്ത്, ആരാധനകളിൽ അലസത കൊടുത്ത് അല്ലാഹു അവനെ അദാബാക്കും. മരിക്കുമെന്ന ചിന്തയെ വർദ്ധിപ്പിക്കാതിരിക്കുന്ന ഒരാൾക്ക്
അള്ള കൊടുക്കുന്ന ശിക്ഷയാണ്. അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഖബറിനെ കുറിച്ച് കുറച്ച് പറഞ്ഞ് നമുക്ക് ദുആരക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലൗ യഅലമിൽ ബഹായിമു മുത്തുനബി പറയുകയാ, ഇങ്ങൊന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാ, ലൗ യഅലമിൽ ബഹായിമു മിനൽ മൗത്ത് മാ തഅലമൂൻ മാ അകൽതും സമീന. നമ്മളുടെ തൊഴുത്തുകളിൽ മേഞ്ഞു തിന്നുന്ന, നമ്മുടെ തൊഴുത്തുകളിൽ നിൽക്കുന്ന പുൽമേടുകളിൽ മേഞ്ഞു തിന്നുന്ന നാൽക്കാലി മൃഗങ്ങൾ മരണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മാ അകൽതും സമീന, തടിച്ച ഒരു മൃഗത്തെയും തിന്നാൻ നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. മോളുടെ കല്യാണത്തിന് പോത്തിറച്ചി കൊടുക്കാൻ തടിച്ച ഇറച്ചിയുള്ള ഒരു മൃഗത്തെയും നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. നാൽക്കാലി മൃഗം. മരണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് നാൽക്കാലി മൃഗം അറിഞ്ഞിരുന്നുവെങ്കിൽ ലൗ യഅലമിൽ ബഹായിമു മിനൽ മൗത്ത് മാ തഅലമൂൻ മാ അകൽതും സമീന. നിങ്ങൾ മരണത്തെക്കുറിച്ച് അറിഞ്ഞതെങ്കിൽ എങ്ങാനും നാൽക്കാലി മൃഗങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും തടിച്ച ഒരു മൃഗത്തെയും നിങ്ങൾക്ക് തിന്നാൻ കിട്ടുമായിരുന്നില്ല. തടിച്ചൊരൊട്ടകത്തെ കിട്ടില്ല, തടിച്ചൊരു പോത്തിനെ കിട്ടില്ല, ഇറച്ചിയുള്ള ഒരു ആടിനെയും കിട്ടില്ല. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരാൾ ഒരു മൃഗത്തെ, ഒരു പറ്റം ഒട്ടക കൂട്ടങ്ങളെ മേയിക്കുകയാണ്. അതിൽ തടിച്ച ഒരു ഒട്ടകം, നേരത്തെ ആയിരുന്നെങ്കിൽ എന്നെ പോലെ എന്ന് പറയായിരുന്നു. പണ്ട് ഞാൻ ഇവിടെ 103 കിലോ ശ്വാസം മുട്ടിയിട്ട് പറയാൻ പറ്റാത്ത കണ്ടീഷനിലാണ് പണ്ട് വന്നത്. ഇന്നിപ്പോ നമുക്ക് കുറച്ചൊക്കെ ഒച്ചയെടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ഇന്നിപ്പോ ഈ അശ്രമയിലും ഞാനും ഒക്കെ ഒരേ കൊലത്തിലായി. അള്ളാഹു മൂപ്പർക്ക് തടി തരട്ടെ, എൻ്റെ തടി ഇങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്. മാ അകൽതും സമീന. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പറ്റം ഒട്ടക കൂട്ടങ്ങളെ മേയിച്ചു കൊണ്ട് നിൽക്കുന്ന മലഞ്ചെരുവിലൂടെ പോവുകയാണ്. അപ്പൊ കൂട്ടത്തിൽ നല്ല തടിച്ചു കൊഴുത്തൊരൊട്ടകം. ആ ഒട്ടകത്തിന്റെ സമീപത്തിൽ നിന്ന് ആ ഒട്ടകത്തിന്റെ കാതിലൊന്നെന്തോ ഒന്ന് മന്ത്രിച്ചിട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒട്ടകത്തെ മേയിക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഒരൊട്ടകം മാത്രം ഈ ഒട്ടക കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് പുല്ല് തിന്നാതെ, നിങ്ങൾ കൊടുത്ത ഭക്ഷണം കഴിക്കാതെ ഏകാന്ത പതികനായി തല ശിരസ് കുമ്പിട്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് ഇങ്ങനെ നിൽക്കുന്നല്ലോ, എന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആള് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇതിലെ ഒരു ചങ്ങാതി വന്നു. ആ മൂപ്പര ആ ഒട്ടകത്തിൻ്റെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം അത് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, പുല്ല് കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒറ്റ നിപ്പ കുമ്പിട്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊഴിച്ചിട്ട് ഒരൊറ്റ നിപ്പ. ഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആ പോയ ആള് ഞാൻ തന്നെയാണ്. ഞാനാണ് ആ ഒട്ടകത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചത്. കൂടുതലായൊന്നും പറഞ്ഞില്ല. ഇന്നക മയ്യിത്തുൻ, നീ മരിക്കും കേട്ടോ എന്നൊരു വർത്താനമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒട്ടകത്തിന്റെ ചെവിയിൽ നീ മരിക്കുമെന്ന സംസാരം മൈരിഫത്തിന്റെ വിസാലത്തിന്റെ നാവ് കൊണ്ടങ്ങ് പറഞ്ഞപ്പോ ആ വാക്കിന്റെ ഉത്സാരങ്ങൾ തന്റെ ഹൃത്തടങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ഹൃത്തടങ്ങളിലേക്ക് അലയടിച്ചപ്പോ മരണത്തെക്കുറിച്ചുള്ള വികലപ്പെടുത്തുന്ന ചിന്താധാരകൾ ആ ഒട്ടകത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ ആ ഒട്ടകത്തിന് ഭക്ഷണം കഴിക്കാൻ, പുല്ല് കഴിക്കാൻ, വെള്ളം കുടിക്കാനുള്ള മനസ്സില്ലാതെ ഖിന്നമുഖിയായി കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എല്ലും തോലുമായി ആ ഒട്ടകം ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാ കാണുന്നത്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൗ യഅലമിൽ ബഹായിമു മിനൽ മൗത്ത് മാ അകൽതും സമീനാ ലം യഅലമിൽ ബഹായിമു മിനൽ മൗത്തി മാ തഅലമൂൻ മാ അകൽതും സമീനാ. ഓ
സഹാബ, നിങ്ങൾ അറിഞ്ഞത് മരണത്തെക്കുറിച്ച് 4 കാലി മൃഗങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരൊറ്റ മൃഗത്തെയും ഇറച്ചി ഭക്ഷിക്കാൻ നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ മരണത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, ഖബറിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ആഖിറത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. കേൾക്കേണ്ടവരിൽ നിന്ന് കേൾക്കുന്നില്ല. ഏതോ എന്നെ പോലെ ഗണ്ഡക്ഷോഭം നടത്തുന്ന ഗണ്ഡക്ഷോഭ പ്രഭാഷകരുടെ നാവിൽ നിന്ന് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോ പരിവർത്തനങ്ങൾക്ക് നമ്മുടെ ഹൃദയം പാകപ്പെടുന്നില്ല. മുത്തഈദീങ്ങളായ പ്രഭാഷകരെ ശ്രവിക്കാൻ നാളെ കിട്ടാനില്ല. പ്രഭാഷണങ്ങൾ പോലും മാഫിയവൽക്കരിപ്പിക്കപ്പെട്ട നൂറ്റാണ്ടായത്. ഇന്ന് യൂട്യൂബിൽ പരതുകയാ. ഏറ്റവും കൂടുതൽ ഒച്ചയെടുക്കുന്നതാരാ? ഏറ്റവും കൂടുതൽ ഗണ്ഡക്ഷോഭം നടത്തുന്നതാരാ? ഏറ്റവും കൂടുതൽ അനാനിയത്ത് പ്രകടിപ്പിക്കുന്നതാരാ എന്ന് നോക്കിയിട്ട് പ്രഭാഷകരെ സെലക്ട് ചെയ്യുകയാ. ഖബറിനെ കുറിച്ച് കരഞ്ഞ് പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകരുടെ സദസ്സിലേക്ക് ആളെ കിട്ടാത്ത നൂറ്റാണ്ടിൽ എവിടെയാ മരണത്തെ കുറിച്ചുള്ള ചിന്ത? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ, ആഖിബത്ത് നന്നായങ്ങ് മരിക്കണം കേട്ടോ. ആഖിബത്ത് നന്നായി മരിക്കണം. ആഖിബത്ത് സൂൽ ഖാത്തിമയായി പോയാൽ, അവസാനം മോശമായി ചത്തുപോയാൽ, അന്ത്യം മോശമായി ചത്തുപോയാൽ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ കാര്യം അധോഗതിയാണല്ലോ. അന്ത്യം മോശമായി ചത്തുപോകുന്നതിന് കാരണങ്ങളായി മുത്തുനബി തങ്ങൾ ചില ടിപ്സുകൾ നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. അത്തഹാവുന ബിസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം നിസാരവൽക്കരിക്കുക. മോളുടെ കല്യാണം വന്നാൽ 1 മാസം നിസ്കാരമില്ല അല്ലേ? വീടിന്റെ അച്ചാരം വന്നാൽ 1 മാസം നിസ്കാരമില്ല അല്ലേ? 3 ദിവസത്തെ പ്രഭാഷണം സംഘടിപ്പിച്ച ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ചില നാട്ടിലുണ്ട് പ്രഭാഷണത്തിന് വേണ്ടി മാത്രം പൊങ്ങുന്ന ചില സംഘടനകൾ. അവരുടെ പണി ആകപ്പാടെ 3 ദിവസത്തെ പ്രഭാഷണവും. അങ്ങനത്തെ ചില കാക്കാമാരുണ്ട്. ആ പ്രഭാഷണം 5 ദിവസമാണെങ്കിൽ 5 ദിവസം സുബഹി ഉണ്ടാവില്ല, ഒരൊക്കത്തും ഉണ്ടാവില്ല, ളുഹറും ഉണ്ടാവില്ല, അസറും ഉണ്ടാവില്ല, മഗ്രിബും ഉണ്ടാവില്ല, ഇശായും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. 5 ദിവസം ദീനീ ഖിദ്മത്താ, ദീനിന് വേണ്ടിയുള്ള ദഅവത്താ. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തെ നിസാരവൽക്കരിക്കുകയാ. എന്തോ കുഞ്ഞോമ്മതെ കണ്ടില്ലല്ലോ, 1 മാസമായല്ലോ പള്ളിയില്, ഉസ്താദെ നിസ്കരിക്കാനൊന്നും സമയം കിട്ടിയില്ല, മോളുടെ കല്യാണം ഇരുന്ന്. 1 മാസമായി കാക്ക നിസ്കരിച്ചിട്ടില്ല. 1 മാസം കല്യാണം വെക്കും, അതിൻ്റെ തിരക്കും വിളിച്ചു കൊണ്ടുപോക്കും ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത 1 മാസം മുതൽ ഓരോ ഒക്കത്തിൻ്റെ കൂടെ ഓരോ ഒക്കത്ത് ഖളാ വീട്ടുകയാണ്. അത്തഹാവുന ബിസ്സലാ, ആഖിബത്ത് നന്നാകൂല, ആഖിബത്ത് നന്നായി മരിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, നിസ്കാരത്തിന്റെ കാര്യം നിസ്കാരവൽക്കരിക്കുന്നവരെ, TV സെറ്റിന്റെ മുന്നിലിരുന്ന് സമയം കൊല്ലുന്ന ഉമ്മമാരുണ്ട്. ളുഹർ ബാങ്ക് വിളിച്ചാൽ മൈൻഡ് ചെയ്യൂല. അസർ വരെ വെയിറ്റ് ചെയ്തിട്ട് അസർ ബാങ്ക് വിളിക്കാൻ 10 മിനിറ്റ് ഉള്ളപ്പോ ഒളുവെടുത്ത് നിസ്കാരപ്പായ വിരിച്ച് ളുഹർ നിസ്കരിച്ച് അസർ വേണ്ടി കാത്തിരിക്കുന്ന ഉമ്മ, ആഖിബത്ത് നന്നായി മരിക്കൂല, ആഖിബത്ത് നന്നായി മരിക്കൂല. നാം ബദരീങ്ങളെ കൊണ്ട് തവസ്സുല് ചെയ്യുകയാണ്. എന്തിനാ തവസ്സുല് ചെയ്യണത്? ആഖിബത്ത് നന്നായെന്ന് മരിക്കാൻ. എന്നാൽ ആഖിബത്ത് നന്നായി മരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നാമായിട്ട് തന്നെ സംഘടിപ്പിച്ചിട്ടാ സക്കറാത്തിന്റെ ഹാലിലേക്ക് പോകുന്നതെങ്കിൽ ആഖിബത്ത് ദിക്ർ ചൊല്ലാൻ നമുക്ക് കിട്ടൂല, നാവ് പിഴച്ചു പോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു യാ റസൂലല്ലാഹ്,
അമലുകളിൽ വെച്ച് ഏറ്റവും ഉത്തമം ഏതാ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുക, അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. TV സീരിയലിന് വേണ്ടി, ക്രിക്കറ്റ് മാച്ചിന് വേണ്ടി, സുബ്ഹാനല്ലാഹ് വേൾഡ് കപ്പിന് വേണ്ടി എത്രയോ നിസ്കാരത്തെയാണ് നിസ്സാരവൽക്കരിച്ച് നാം ബന്ധിച്ചു പോയത്, ഖളാ ആക്കി പോയത്. പ്രിയപ്പെട്ടവരെ, ആഖിബത്ത് മോശമായി പോകുമെന്ന് മുത്തുനബി. മറ്റൊന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത് ശുർബുൽ ഖംർ, കള്ളുകുടിയാണ്. ആഖിബത്ത് മോശമായി ചത്തുപോകുന്നതിന്റെ ഒരു കാരണം മദ്യപാനമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. ഒരു ഫ്ലോഡ് കഴിഞ്ഞതിൻ്റെ വാർഷികമെന്നോണം അടുത്ത ഫ്ലഡ് വന്നു. ആ ഫ്ലഡിലും ഒരുപാട് ത്യാഗങ്ങൾ നാം അനുഭവിച്ചു. ഒരുപാട് പേരുടെ സ്വത്തുവകൾ നഷ്ടപ്പെട്ടു. ഞാൻ കാലടിയിലെ ഒരാശ്രമത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ പ്രഭാഷണത്തിന് പോകും. കഴിഞ്ഞതിൻ്റെ 9 വർഷത്തെ കഞ്ഞിയഞ്ചിന് ശ്രീനാരായണ ഗുരുവിൻ്റെ ചതയദിനത്തിൽ, കഞ്ഞിയഞ്ചതല്ലേ ചതയദിനം, ഒരുപാട് അമ്മമാർ, ഒരുപാട് സഹോദരങ്ങൾ, ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ അവിടെ പോയി. അച്ഛനെ ഞാൻ സ്വാമി ഈ 40-ാം വയസ്സ് 30 കിട്ടിയെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാമാണെന്നാണ് പ്രഭാഷണം നടത്തിയത്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾക്ക് ആ അമ്മമാർ 2 കൈയും അടിച്ചാണ്, ആർപ്പ് വിളിച്ചാണ് അതിനെ വരവേറ്റത്. എന്താ പറഞ്ഞത്? ഇരിക്കുന്ന അമ്മമാര്, ഈ അമ്മമാരുടെ കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച നേതാവാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. കാരുണ്യത്തിന്റെ നേതാവാ മുഹമ്മദ് മുസ്തഫ. സ്നേഹത്തിന്റെ നേതാവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ ഫ്ലഡ് കഴിഞ്ഞു, അടുത്ത ഫ്ലഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മമാരോട് പറഞ്ഞു, ആ സഹോദരിമാരോട് പറഞ്ഞു, ഈ ഫ്ലഡിന്റെ കാരണം പരതിപ്പോയാൽ ഈ രാജ്യത്ത് കോണ് പോലെ വളർന്നു വരുന്ന വൃദ്ധസദനങ്ങളിലേക്ക് പോകണം. ആ വൃദ്ധസദനങ്ങളിൽ ഉറ്റുവീഴുന്ന, ഒഴുകി വീഴുന്ന അമ്മമാരുടെ കണ്ണുനീരാണ് ഫ്ലഡായി രൂപപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ ആർപ്പ് വിളിയോടുകൂടെയാണ് ആശ്രമത്തിൽ തടിച്ചുകൂടിയ അമ്മമാര് അതിനെ വരവേറ്റതിൻ്റെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കണം. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ആഖിബത്ത് നന്നാകൂല. ആഖിബത്ത് നന്നായി മരിക്കാൻ പറ്റൂല. മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ ആഖിബത്ത് നന്നായി മരിക്കാൻ പറ്റില്ല. മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന് മുത്തുനബി പറഞ്ഞത് അതൽ മുസ്ലിമീൻ, വിശ്വാസികളെ ഉപദ്രവിക്കലാണ്. വിശ്വാസിയെ നാവ് കൊണ്ട് ഉപദ്രവിച്ചോ, കൈ കൊണ്ട് ഉപദ്രവിച്ചോ, വാക്കുകൊണ്ടോ, നാക്കുകൊണ്ടോ, മൂക്കുകൊണ്ടോ, സംസാരം കൊണ്ടോ, നോട്ടം കൊണ്ടോ, വിരൽ തുമ്പ് കൊണ്ടോ, വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ, ഓ പ്രിയപ്പെട്ടവനെ, നീ ഒരു വിശ്വാസിയെ ഉപദ്രവിച്ചോ, ആഖിബത്ത് നന്നായി മരിക്കാൻ നിനക്ക് സംവിധാനമൊരുങ്ങില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരിക്കണം, ഇല്ലേ? മരിക്കണ്ടേ? മരിക്കണ്ടേ? അള്ളാഹു ഒരുപാട് കാലം ദീർഘായുസ് തരട്ടെ. അള്ളാഹു ദീർഘായുസ് തരട്ടെ. ഇന്നിപ്പോൾ വാളിൻ്റെ സദസ്സുകളിലെ കിട്ടാക്കനികളാണ് ഇതുപോലത്തെ പ്രായം ചെന്ന ആളുകൾ. എത്ര വയസ്സുണ്ടെന്ന് അറിയില്ല, ഇനിയിപ്പോൾ പ്രായമാകാതെ നരച്ചാണോ എന്നും അറിയില്ല. അള്ളാഹു എന്തായാലും ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ നരച്ച മുടിയുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കാലം ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ ചിലർ ചിന്തിക്കാം, അല്ലോ അപ്പം നമുക്കൊന്നും ദീർഘായുസ് വേണ്ടേ? അള്ളാഹു ചെറുപ്പക്കാർക്ക് അതിനേക്കാൾ ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. മരിക്കുമെന്നുറപ്പാ. എവിടെ വെച്ച് ഏത് സമയത്ത് മരിച്ചാലും ആഖിബത്ത് നന്നായി മരിക്കണം, അല്ലേ? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു.
ദാഹമൗത്തത് കൂടിടുന്ന പ്രയാസകരമായ ഘട്ടത്തിൽ ആഖിബത്ത് നന്നായി മരിക്കണമെന്ന് കൊതിക്കുന്നവരാണ്. ആഖിബത്ത് നന്നായി മരിക്കണം പ്രിയപ്പെട്ടവരെ. ചില അമ്പിയാക്കന്മാർ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്, ഓ മലക്കുൽ മൗത്ത് അസ്റായീലേ, ഓ മലക്കുൽ മൗത്ത് അസ്റായീലേ. ചില അമ്പിയാക്കന്മാര് മലക്കുൽ മൗത്തിനോട് ചോദിച്ചത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹാലുൽ മൗത്താ ശറഹുസ് സുദൂരി ഫീ ഹാലിൽ മൗത്താ വൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്താ പറഞ്ഞത്? അന്ന ബഅദൽ അംബിയായി മലക്കുൽ മൗത്തിനോട് ചോദിച്ചു, അമാലക റസൂലുൻ തുഖദ്ദിമുഹു ബൈന യദൈ. അല്ല മലക്കുൽ മൗത്തേ, നിങ്ങൾക്ക് മുന്നിൽ മുന്നറിയിപ്പുകാരായി ആരെയെങ്കിലും നിങ്ങൾ പറഞ്ഞയക്കാറുണ്ടോ? മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പേ പൈലറ്റ് വാഹനമായി ആരെയെങ്കിലും പറഞ്ഞയക്കാറുണ്ടോ? ബോക്സ് അവർ ശരിയായിക്കോളും, മഴ ചാറുന്നുണ്ട്, അത് മാറി നിൽക്കുന്ന ആളുകളെ കൂടി സദസ്സിലേക്ക് ഇരുത്താനുള്ള മഴയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്തിന്റെ മഴയാക്കട്ടെ. നമ്മുടെ സദസ്സിനെ അലങ്കോലപ്പെടുത്തുന്ന ഒരു അസ്വാരസ്യവും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. നിങ്ങളുടെ വരവിന് മുമ്പ് ഖാബിലുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മുന്നറിയിപ്പുകാരനെ, ദൂതനെ പറഞ്ഞയക്കാറുണ്ടോ? തുഖദ്ദിമുഹു ബൈന യദൈക് ലിയകൂനന്നാസു അലാ ഹദരിൻ മിൻകാ. ജനങ്ങൾക്ക് നിങ്ങളുടെ വരവിനെ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി തയ്യാറായിട്ടിരിക്കാമല്ലോ. ആ സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ലീ വല്ലാഹി റസൂലുൻ കസീറാ. ഖാബിലുൽ അർവാഹാകുന്ന ഞാൻ റൂഹിനെ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് ദൂതന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്. ഒരു ദൂതനല്ല, ഒരുപാട് ദൂതന്മാരെ പറഞ്ഞേക്കാറുണ്ട്. റസൂലുൻ കസീറാ, ഒരുപാട് ദൂതന്മാരെ പറഞ്ഞയക്കാറുണ്ട്. മിനൽ അലാലി വൽ അംറാദി വസ്സൈബി വൽ ഹറം വതഗീരി സമി വൽ ബസർ ഫൈദാ ലം യതദക്കർ മൻ നസല ബിഹി ദാലിക വലം യതുബ് നാദൈതുഹു ഇദാ ഖബൽതുഹു അലം മുഖദ്ദിം ഇലൈക റസൂലൻ വനദീറാ ബഅദ നദീർ. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഓ പ്രവാചക ശ്രേഷ്ഠന്മാരെ, ഒരു ദൂതനെയല്ല പറഞ്ഞേക്കാറുള്ളത്, ഒരുപാട് ദൂതന്മാരെ രോഗങ്ങളായിട്ട്, വേദനകളായിട്ട്, പ്രയാസങ്ങളായിട്ട്, രോഗങ്ങളായിട്ട്, നരയായിട്ട്, വാർദ്ധക്യമായിട്ട്, കേൾവിക്കുറവായിട്ട്, കാഴ്ചക്കുറവായിട്ട് ഒരുപാട് ദൂതന്മാരെ പറഞ്ഞയക്കാറുണ്ട്. ആ ദൂതൻ ചെല്ലുമ്പോ കേൾവിക്കുറവ് വരുമ്പോ മരണത്തിന്റെ ദൂതം വന്നു, അസ്റായീലിന്റെ ദൂതം വന്നു. കാഴ്ചക്കുറവ് വരുമ്പോ അസ്റായീലിന്റെ ദൂതം വന്നു. കാൽമുട്ടുവേദന, കൈമുട്ടുവേദന വരുമ്പോ അസ്റായീലിന്റെ ദൂതൻ വന്നു എന്ന ആ ഒരു അവബോധം അവന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ രക്ഷപ്പെട്ടു. അവൻ തൗബ ചെയ്യുന്നില്ല, പരിവർത്തനത്തിന് വിധേയമാകുന്നില്ല. തലയുടെ രോമങ്ങൾ വെളുത്ത കളറാകുന്നത് എന്റെ ദൂതനാ നബിയേ, പ്രവാചക ശ്രേഷ്ഠരെ. തലരോമങ്ങൾ നരക്കുന്നത്, താടി രോമങ്ങൾ നരക്കുന്നത് എന്റെ ദൂതരാ, പ്രവാചക ശ്രേഷ്ഠരെ. കാലിന് വേദന വരുന്നത്, മുട്ടിന് വേദന വരുന്നത്, ഹാർട്ടിന് ബ്ലോക്ക് വരുന്നത്, കാഴ്ച ശക്തി മങ്ങുന്നത്, കേൾവി ശക്തി കുറയുന്നത് എന്റെ ദൂതരാ, പ്രവാചക ശ്രേഷ്ഠരെ. എന്റെ ദൂതന്മാരിങ്ങനെ നിത്യം എന്നോണം അവനിലേക്ക്
അവനിലേക്ക് ചെല്ലുമ്പോ ചെറിയ ദൂതന്മാര് വരും. ചെറിയ തലവേദന, ചെറിയ വൈറൽ ഫീവർ, ചെറിയ പനി വരുന്നു, ജലദോഷം വരുന്നു, ചെറിയ എന്റെ ദൂതന്മാരാ. വലിയ വലിയ രോഗങ്ങൾ വരുന്നു, ക്യാൻസർ വരുന്നു, അറ്റാക്ക് വരുന്നു, ബ്ലോക്ക് വരുന്നു, ഡയാലിസിസ് വിധിക്കേണ്ട കിഡ്നിയുടെ രോഗം വരുന്നു, എത്ര രോഗങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് ഞാൻ പറഞ്ഞയക്കുന്നു. എന്റെ ദൂതരാ, പ്രവാചകര ശ്രേഷ്ഠരെ, ആ ദൂതന്മാരവനിലേക്ക് ചെന്നിട്ട് പരിവർത്തന വിധേയനായി തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ അവൻ സന്നദ്ധനാകുന്നില്ല എങ്കിൽ അവസാനം ഞാൻ ചെല്ലും, അവസാനം അവനിലേക്ക് ഞാൻ ചെല്ലും, അവസാനം ഞാൻ അവനിലേക്ക് ചെല്ലും റൂഹ് പിടിക്കാൻ. ജലദോഷം വന്നിട്ടില്ലേ? ജലദോഷം വരാത്തവരെന്ന് കൈവക്കിക്കേ. ഒരാളുമില്ല. ഈ അഷ്റഫ് മുസ്ലിയാർ പൊടി വലിച്ചിട്ട് ജലദോഷം കാണുമ്പോഴൊക്കെ എനിക്കും കുറച്ച് തരും, എനിക്കും വരും ജലദോഷം ഇല്ലേ? ശരീരത്തിന്റെ നിളാമ് തെറ്റി എന്നിട്ടുള്ളവരുടെ ജലദോഷവും ചുമയും കൊരയും ആയിട്ട് ഇങ്ങനെ നടക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വൈറൽ ഫീവർ വരും ഇല്ലേ? പനി, ജലദോഷപ്പനി, ചിക്കൻ ബോക്സ് വരും, ഹാർട്ട് അറ്റാക്ക് വരും, വലിയ ദൂതൻ, ബ്ലോക്ക് വരും, അതിനേക്കാൾ വലിയ ദൂതൻ, ബ്രെയിൻ ട്യൂമർ വരും, അതിനേക്കാൾ വലിയ പെരുംദൂതൻ. ഇങ്ങനെ തുടരെ ദൂതന്മാരെ പറഞ്ഞേക്കുന്നു. മഹാനായ കാബിലുൽ അർവാഹ് അസ്റായിൽ അലൈഹിസ്സലാം പറയുകയാണ്, ഒശൈബ് നരയെ പറഞ്ഞേക്കും. നര, നമ്മുടെ താടിരോമം നരക്കുമ്പോ ആദ്യമായി നരച്ചതാരാ ലോകത്ത്? ആദ്യമായി ലോകത്ത് ആരാ നരച്ചത് അറിയോ? ആരാ നരച്ചപ്പോ ലോകത്ത് ആദ്യം? നിങ്ങളാണ്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് ആദ്യമായി നരച്ചത്, ആദ്യമായി നര കറുപ്പിച്ചതോ നമ്മുടെ പള്ളി പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയും ചില കാക്കന്മാർ. ഇവിടുത്തെ പള്ളി പ്രസിഡന്റിന്റെ കാര്യമല്ല, ചില നാട്ടിലെ പള്ളി പ്രസിഡന്റുമാരൊക്കെ ചെറുപ്പക്കാരായിട്ട് നടക്കും. ഇങ്ങനെ ചെറുപ്പക്കാരാകാൻ ശ്രമിക്കും, അവസാനം ഒടുക്കം 50-50 വയസ്സിൽ അള്ളാഹു ഹറ മയ്യത്താക്കും. നിന്റെ ഒടുക്കത്തെ ചെറുപ്പക്കാരനാകൽ കുറെ കാലം കൊണ്ട് നീ തുടങ്ങിയിട്ടുള്ള, ഇനി പോരടാ കാക്കാന്ന് പറയും. നരച്ചവരോ എല്ലാ താടി നരച്ചിട്ട് സുൽത്താനുലമായ എ പി ഉസ്താദ് അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. 82 വയസ്സിലും യുവാവായിട്ട് നടക്കിയ പടച്ചോന ശരീരത്തിൻ്റെ വടിവ് ഇന്ന് ഗൾഫ് നാടുകളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇതിഹാസമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി. ആരസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ദശമൂലാരിഷ്ടം വാങ്ങിച്ചിട്ട് പോയിരുന്ന് കുടിച്ചിട്ട് അറബിക്കടലിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് എൻ്റെ നടത്തുക എന്നല്ലാതെ അള്ളാഹു കാത്തിരക്ഷ. അസൂയയിൽ നിന്നൊക്കെ സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരെയും അള്ളാഹ് ഒന്നിപ്പിക്കട്ടെ. ഈ സമുദായത്തിന്റെ സുൽത്താനുൽ ഉലമയെയും സയ്യിദുൽ ഉലമയെ അടക്കമുള്ള സാദാത്തുക്കളെ ഉലമാക്കളെ അള്ളാഹു ഒരു ചരടിൽ ബന്ധിപ്പിച്ച മുത്തുമണികളാകട്ടെ. ഒന്നിച്ചില്ലെങ്കിൽ രക്ഷയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, വയസ്സായവൻ നരകറുപ്പിച്ചിട്ട് ചെറുപ്പക്കാരനാകാൻ ശ്രമിച്ചാൽ അള്ളാഹ് തീരുമാനിക്കും, മോനെ ഇനി നീ വയസ്സാകണ്ട, പോരിങ്ങോട്ട്. ലോകത്താദ്യമായി തടിയും താടിയും മുടിയും നരപ്പിച്ചത് ഫിർഔനാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണേ. പക്ഷേ നമ്മുടെ മാർഗം എന്താ? ഫിർഔനിന്റെയും നമ്രൂദിന്റെയും മാർഗമാ. ഫിർഔൻ മുടി കറുപ്പിച്ചു, ഞാനും കറുപ്പിക്കുന്നു. ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ 5 നേരം പള്ളിയിൽ വരുന്ന ഇന്ന കാക്കാണ്ടല്ലോ, മൂപ്പര് എപ്പോഴും താടിയും മുടിയും കറുപ്പിക്കും, ഉസ്താദെന്ന് വിളിച്ചിട്ട് ഉപദേശിക്കണം കേട്ടോ. ഞാൻ ചങ്ങാതിനെ വിളിച്ചു, അല്ല സഹോദര, നിങ്ങൾ എപ്പോഴും താടിയും മുടിയും കറുപ്പിക്കണമെന്ന് കേട്ട്. അള്ളാഹുവേ, മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ ഈ താടിയും മുടിയൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് കുളിപ്പിച്ചില്ലെങ്കിൽ കുളി സഹിയാവൂല. ഈ കാക്കാമാരൊക്കെ റബ്ബിൻ്റെ അടി മേടിക്കേണ്ടി വരും. കാരണം കുളി അവനല്ല ഫറല്ലോ, നമുക്ക് കുളിപ്പിക്കലല്ലേ ഫർള് കിഫായ, സാമൂഹിക ബാധ്യത. താമല്ലാക്കൽ നാട്ടിലെ മഹലിലെ മുഴുവൻ മുഅ്മിനീങ്ങളും ഈ കാക്കാകാരൻ അടിമേടിക്കും. കാരണം എന്താ? ഇയാൾ മുടിയും താടിയും കറുപ്പിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഈ ചങ്ങാതി മരിച്ചപ്പോൾ അയാളുടെ താടിയും മുടിയും ക്ലീൻ ഷേവ് ചെയ്യാതെ കുളിപ്പിച്ച് കുളി സഹിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇയാളുടെ മയ്യത്ത് കുളിപ്പിക്കൽ സഹിഹാകാത്ത കാരണത്താൽ താമല്ലാക്കിലെ മഹലിലെ മുഴുവൻ മുഅ്മിനീങ്ങളും നാളെ അള്ളാൻ്റെ അടിമേടിക്കും. പടച്ചവൻ കാത്ത് രക്ഷിക്കട്ടെ. ഞാനും നിങ്ങളും ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു വന്നത് എന്താണ്? നരമരണത്തിന്റെ. അപ്പോൾ ആ ചങ്ങാതി പറഞ്ഞ മറുപടി എന്താണെന്നറിയും? അപ്പൊ മുടി
ഈ താടിയും കറുപ്പിക്കാൻ പറ്റൂലല്ലോ ഉസ്താദെ. ഞാൻ പറഞ്ഞു പറ്റൂല സഹോദര. അല്ല പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പറ്റും. യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുന്ന സഹാബാക്കൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ യോദ്ധാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ തന്നെ യോദ്ധാക്കൾക്ക് പട്ടാളക്കാർക്ക് ചെറുപ്പക്കാരാണെന്ന് മറ്റ് എതിർ സൈന്യത്തെ തോന്നിപ്പിക്കാൻ വേണ്ടി താടിയും മുടിയും കറുപ്പിക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ഇയാളുടനെ പറഞ്ഞ മറുപടിയാ അൽഹംദുലില്ലാ. ഞാൻ എല്ലാ ദിവസവും യുദ്ധത്തിലാണ്. അതെന്താ കാരണം? പെണ്ണും പിള്ളയുമായിട്ട് യുദ്ധത്തിലാ ചങ്ങാതി. ഇയാൾ എന്തെങ്കിലും പറയും, പെണ്ണുമ്പിള്ള ചട്ടകത്തിന് കൊടുക്കും, മൂപ്പര് ഒലക്കെ എടുത്തിട്ട് പുറകെ ഓടും. ഇതാ പണി. യുദ്ധം, ജിഹാദ്. കൊള്ളാം. ഇങ്ങനെ ഞൊടുക്ക് മസല പറഞ്ഞിട്ട് ചെയ്യണ ഹറാം പറപ്പ് ഹലാലാക്കുന്ന കാക്കാമാരാണ് ഈ നൂറ്റാണ്ടിലുള്ളത്. അതുകൊണ്ട് പല നിയമങ്ങളും നമുക്കെതിരെ മോഡിയും അമിത്ഷായും കൂടെ പാസ്സാക്കുകയാണ്. പിന്നെ നമുക്ക് മുദ്രാവാക്യം വിളിക്കാം, പോകില്ല, ഞങ്ങൾ പോകില്ല, തല്ലിക്കൊന്നാലും പോകില്ല. തല്ലിക്കൊന്നാലും പോകണ്ട, ഇവിടെ തന്നെ കവറടക്കാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.